മകനിപ്പോൾ ഏത് രാജ്യത്താ? ആനിമേറ്റർ അല്ലേ? US ഇപ്പോൾ ഡിസ്നി സ്റ്റുഡിയോയിലാണ്. ഡിസ്നിയിലാണ്. അടിപൊളി. ഇപ്പോൾ അടുത്ത സിനിമ 15 സിനിമ ഉണ്ടാക്കി. അടുത്ത മോവാന 2 സിനിമ വന്നിരുന്നു, പുള്ളിയാണ് ഉണ്ടാക്കിയത്. പുള്ളിയുടെ കൂടെ ഒരു ടീമാണ്, അവരുടെ ടീമായിട്ടാണ് അവർ ഉണ്ടാക്കുന്നത്. അല്ല, ഇപ്പോൾ പൊസിഷൻ മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന പൊസിഷനിലാണോ? അതെ, അത് അവരുടെ ഒരു കുറേ ആൾ ക്യാരക്ടർ ഉണ്ടാക്കുന്നു, കുറേ ആൾ അതിനൊരു കുറേ ഈ അനിമേഷൻ നമ്മൾ വിചാരിച്ച പോലെയല്ല, 100ഓളം ഫീൽഡ് അവിടെ കാണും. ഹി ഈസ് ബേസിക്കലി ക്യാരക്ടർ മേക്കിംഗ് ആർട്ടിസ്റ്റ്. ഒരു പേരൊക്കെ ഉണ്ട്, അനിമേറ്റേഴ്സിൽ പേര് വായിക്കാം, ഛത്രസാൽ സിംഗ്. അടിപൊളി, അതൊരു അഭിമാനമാണ് സർ. അതേപോലെ തന്നെ ഈ കുട്ടികളുടെ കാര്യം പറയുമ്പോൾ തന്നെയാണ് സാറ് കുഞ്ഞിലെ ഒരുപാട് ബുദ്ധിമുട്ടിയ ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഈ ചുണ്ടിൻ്റെ പ്രശ്നം, സംസാരത്തിലെ വ്യക്തതയില്ലായ്മ. അപ്പോൾ ഒരുപാട് അകറ്റി നിർത്തലുകൾ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു ഹ്യൂമനായിട്ട് മാറാൻ ഒരുപക്ഷെ അത് സഹായിച്ചിട്ടുണ്ടാവാം. സാറ് കാണുന്നതൊക്കെ മനുഷ്യന്മാരെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും സാറിൻ്റെ വർത്തമാനത്തിലൊക്കെ മനുഷ്യന്മാരെ അഡ്രസ്സ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. അതിനപ്പുറത്തേക്കുള്ള വേർതിരിവുകൾ, ഈ സ്ഥാനമാനങ്ങളൊന്നും പരിഗണിക്കാതെ പോകാൻ ഒരുപക്ഷെ ആ ചെറുപ്പത്തിലുണ്ടായ ദുരനുഭവമൊക്കെ സഹായിച്ചിട്ടില്ലേ? ഇന്ത്യ രാജ്യത്തിൽ ഈ മുറിച്ചുകൊണ്ട് കൊണ്ടുണ്ടായ ആ പ്രശ്നത്തിൻ്റെ അതിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അത് ശരിയാക്കാനാണ്. ഇവിടെ ഉണ്ടാവില്ല, അകത്തും ഉണ്ടാവില്ല. ഇപ്പോൾ അത് ചെയ്യുന്നത്, ആ ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ ചെയ്യുന്നത് പ്ലാസ്റ്റിക് സർജറി ഡിപ്പാർട്ട്മെൻറ്റ്. ഇന്ത്യ രാജ്യത്തിൻ്റെയും കേരളത്തിൻ്റെയും അവരുടെ ബ്രാൻഡ് അംബാസിഡറായിട്ട് അവർ എന്നെ എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ അവർ എവിടെ പോയാലും ഇത് സംബന്ധിച്ച് 7 സ്ഥലത്തിൽ ഞാൻ പോയിട്ട് വന്നു. ഈ രീതിയിൽ അത്രയും നന്നായിട്ട് സംസാരിക്കാനുള്ള കുട്ടികളിൽ നിന്ന് സാറാണ് ഏറ്റവും നന്നായിട്ട് സംസാരിക്കുന്നത്. അതിന് കുറേ ഞാൻ ഇത് കോളേജിൽ പോയ ശേഷമാണ് ഈ ഓപ്പറേഷനൊക്കെ നടന്നത്. ഇത് നമ്മൾ ജനിക്കുമ്പോൾ ഇതുമില്ല, അകത്തും ഒന്നുമില്ല, പൈലറ്റും ഇല്ല. അപ്പോൾ ഈ പൈലറ്റിൻ്റെ ഓപ്പറേഷൻ ചെയ്യാനുള്ള വ്യവസ്ഥ രാജസ്ഥാനിലോ ഒന്നുമില്ലായിരുന്നു. അതും പിന്നെ എനിക്ക് ചണ്ഡീഗഡിൽ പോയി BGIയിൽ ഈ ഓപ്പറേഷൻ ചെയ്യിപ്പിക്കേണ്ടി വന്നു. 17 വർഷം ജനിച്ചിട്ട് 17 വർഷം ശേഷം. ഇത് അവർ വളരെ മോശമായ രീതിയിലാണ്. ഇത് ഇപ്പോൾ ഏതൊരു പ്ലാസ്റ്റിക് സർജൻ ചോദിച്ചാൽ ഇത് വളരെ മോശമായ രീതിയിൽ ചെയ്ത ഒരു ഓപ്പറേഷനാണ്. അങ്ങനെ കാണാൻ പാടില്ല. നമ്മൾ ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അത് കാണാനേ പാടില്ല, ഇത് ഉണ്ടായിരുന്നോ എന്ന് ആ രീതിയിൽ ഇല്ലല്ലോ. അപ്പോൾ ഞാൻ അവരോട് പറയുന്നത്, അവരെന്നെ വിളിച്ചിട്ട് ഞാൻ അവരുടെ അച്ഛന്മാരോട് ഞാൻ കാര്യങ്ങൾ പറയാനുണ്ട്. യു വിൽ ബി സർപ്രൈസ് ടു നോ. അപ്പോൾ അന്ന് ഇത് നമ്മുടെ സംസാരം നമ്മളെന്നോ പറയുന്നു, പക്ഷെ അത് ക്ലിയർ അല്ലാത്തത് കൊണ്ട് അതൊരു ആളുകൾക്ക് അപ്പോൾ കുട്ടികളല്ലേ, കുട്ടികൾക്ക് ദുരുദ്ദേശമൊന്നുമില്ല. അത് അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ്, ഒരു തമാശയുടെ ഒരു മാർഗമാവുന്നു. അപ്പോൾ എന്നോട് വീണ്ടും സംസാരിക്കാൻ പറയും, ഞാൻ എന്തോ പറയും, അവരത് ചിരിക്കും. ഇത് നമ്മൾ വർഷങ്ങളായിട്ട് നമ്മുടെ കണ്ടതാണ്. അപ്പോൾ അവർ നമ്മളോട് കളിയാക്കുന്നു, കുറേ നമുക്ക് വേദന ഉണ്ടാവുന്നു. അമ്മനോട് പോയി പറഞ്ഞു, അമ്മ പറഞ്ഞു നിങ്ങളത് കാര്യമാക്കേണ്ട, നിങ്ങൾ എന്ത് ഒരു പൊന്നാരം കുട്ടിയല്ലേ, ഐ ലവ് യു സോ മച്ച്. അമ്മ അങ്ങനെ പറഞ്ഞു, വൈ യു ബോദർ അബൌട്ട് ദം. അമ്മ അങ്ങനെ പറഞ്ഞിട്ട് എനിക്കത് പ്രശ്നമേ ഇല്ല. പിന്നെ ആരോട് പറയാൻ? ഫാദർ കാണുന്നൊന്നുമില്ല, ഈ വാസ് ഓൾവേസ് ഇൻ സർവീസ്. അപ്പോൾ നമ്മൾ സഹിച്ചു. സോ വെൻ ഐ ഗോ നൗ ടു ബ്രാൻഡ് അംബാസിഡറായിട്ട് അവരോട് പാരൻസിനോട് ഞാൻ പറയാറുണ്ട്, നിനക്ക് ഇത് അറിയാമോ, താങ്കളുടെ കുട്ടിയെ ഇതിൻ്റെ പേരിൽ നിങ്ങൾ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ അവരെ കളിയാക്കും. അപ്പോൾ ഒരു അമ്മ എന്നോട് പിന്നെ ഒരു ദിവസം ചെയ്തിട്ട് ഫോൺ ചെയ്ത് എന്നോട് പറഞ്ഞു, സാർ ഇത് ഒരു പുതിയ അറിവായിരുന്നല്ലോ. എൻ്റെ മകളെ സാറ് പറഞ്ഞ ശേഷമാണ് ഞാൻ എൻ്റെ മകളെ ചോദിച്ചത്, അവർ നിന്നെ കളിയാക്കാനുണ്ടോ? എല്ലാം കളിയാക്കാനുണ്ട്. ഇതുവരെ ഞങ്ങൾ ചോദിച്ചിട്ടുമില്ല, അവർ ഞങ്ങളോട് പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ഇത് എല്ലാ ആളുകൾക്കും കേൾക്കാനുള്ള കാര്യമാണ്. നമ്മുടെ ശരീരത്തിൽ എന്തു പ്രശ്നമുണ്ടായാലും, നമ്മളെ ഒന്നുമില്ലെങ്കിൽ പെൺകുട്ടികളിൽ നിറം പോലെ അത്രയും നല്ലതായില്ലെങ്കിലും അവരുടെ കൂടെയുള്ള പെൺകുട്ടികൾ അവരെ കളിയാക്കുന്നുണ്ട്. ഇതിനകത്ത് മറച്ചു വെക്കാനൊന്നുമില്ല. ഹൈറ്റ് കുറവായിപ്പോയി, ചിലപ്പോൾ സംസാരിക്കാനും വീക്കുണ്ട്, സംസാരിക്കാൻ പറ്റില്ല, ഇല്ലെങ്കിൽ ഏതോ ഒരു ശരീരത്തിന് അംഗമില്ല, പിന്നെ സംസാരിക്കുമ്പോൾ സംസാരം അത്രയും ക്ലിയർ അല്ല. കുട്ടികളൊക്കെ വേറെ ഉദ്ദേശം കൊണ്ടുണ്ട് ഈ കാര്യം കൊണ്ട് ആ കുട്ടിയെ എപ്പോഴും ശല്യം ചെയ്തേ കൊണ്ടിരിക്കും. അതിന് സംശയമൊന്നുമല്ല. നമ്മൾ അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ്, അത് ഉണ്ടാവാൻ പാടില്ല. അത് അന്നത്തെ കാലം കഴിഞ്ഞു.
അതുണ്ടെങ്കിൽ അത് പാരൻസ് അത് കുട്ടീനോട് ആദ്യത്തെ ചോദിക്കേണ്ടത്. നിങ്ങളെ കുട്ടീനോട് ചോദിച്ചാൽ കുട്ടി പറയും, നിന്നെ ഇതിൻ്റെ പേരിൽ ആരും നിന്നെ ശല്യപ്പെടുത്തുന്നുണ്ടോ, കളിയാക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ആ കാര്യം കാരണം ഇത് മാനസികമായിട്ട് ഞങ്ങൾ തകർന്നു പോവാണ് ആ കുട്ടി. ആത്മഹത്യ വരെ ചിലപ്പോൾ ഞങ്ങൾക്ക് എനിക്ക് കൂടുതൽ ശല്യമാകുമ്പോൾ പിന്നെ ഞാൻ അവിടെ കരയും. അപ്പോൾ കരയുമ്പോൾ ഒട്ടേക്ക് ഒന്ന് ആലോചിച്ചു നോക്കും, മുറിയിൽ ഇവന്മാരെല്ലാം നമ്മൾ കളിയാക്കിയിട്ട് അവരെല്ലാം പോയി, നമ്മൾ ആ മുറിയിൽ ഒട്ടേക്ക് ഇരിക്കുന്നു. അപ്പോൾ ഭയങ്കര കരച്ചിലും, നമ്മൾ തന്നെ കരയുന്നു, ചോദിക്കാൻ അവിടെ ആരുമില്ല, നിങ്ങൾ എന്തിനു കരയുന്നതെന്ന് പറഞ്ഞിട്ട്. ആ സമയത്തിൽ നമുക്ക് ഇതിനേക്കാൾ ഭേദം നമ്മൾ മരിക്കാനല്ലേ നല്ലത് ചിലപ്പോൾ തോന്നിച്ചു പോകാം. ആ അവസ്ഥ ഇനിയും മാറിയിട്ടില്ല. പക്ഷെ ഇതിനെതിരായിട്ട് നടപടി തുടങ്ങാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. പാരൻസും അത് അനുവദിക്കാൻ പാടില്ല. പാരൻസ് കുട്ടിയെ ചോദിച്ച് മനസ്സിലാക്കി വന്ന ഹെഡ് മാസ്റ്ററിനെ പറയണം, ആ കുട്ടി ആരെ ശല്യം ചെയ്യുന്ന അവരെ വിളിപ്പിച്ചിട്ട് അവരെ താക്കീത് ചെയ്യണം. ഇനിയും അവർ അത് ചെയ്തില്ല, അവർ പിന്നെയും വന്ന് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അവരായിട്ട് നടപടി എടുത്തിട്ട് സ്കൂളിൽ പുറത്താക്കാനുള്ള സമയം കഴിഞ്ഞു. ഇല്ലെങ്കിൽ കുട്ടികളെല്ലാം സഹിക്കുന്നു. ഏത് ക്ലാസ്സിൽ പോയാലും ഒന്ന് രണ്ട് സ്പെഷ്യൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് കുട്ടി അത് കാണുമല്ലോ. അതിനെന്താ, ഈ കുട്ടിക്ക് തെറ്റൊന്നുമില്ലല്ലോ. ചിലപ്പോൾ പോളിയോ ഇഞ്ചക്ഷൻ പോലും നമുക്ക് ശരിക്കും ഇന്ത്യ രാജ്യത്തിൽ കേരളത്തിലൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ ഗ്രാമങ്ങളിലെ പാവപ്പെട്ട കുട്ടികളും പോളിയോ ഇഞ്ചക്ഷൻ കൊടുത്തിട്ടില്ല പറഞ്ഞിട്ട് അവർക്ക് അവനെ ഞെണ്ടി അവിടെ നടക്കുന്നു പറഞ്ഞിട്ട് ഈ കുട്ടിക്ക് എന്ത് തെറ്റാണെന്ന് അതിന് പേരൻസ് അറിയാതെ കൊണ്ടോ പൈസ ഇല്ലാത്തത് കൊണ്ടോ എന്തോ അവർ ചെയ്തിട്ടില്ല. ദിസ് ഹാസ് ടു ബി സ്റ്റോപ്ഡ്. ഈ കാര്യമാണ് ഞാൻ പോയി പറയുന്നത്. ഓൾ പാരൻസ് ഹു ആർ ലിസണിങ്, അത് കുട്ടികൾക്ക് തമ്മിൽ അങ്ങനെ ആ ദയ ചെയ്യാൻ പാടില്ല. ആ മാനസിക വികസനം അവർക്ക് ആയിട്ടില്ല. ഞാൻ പറയുമ്പോൾ ഈ കുട്ടിക്ക് വേദന ഉണ്ടാവുന്നുണ്ടെന്ന് തിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവും ബുദ്ധിയും കുട്ടികൾക്ക് ഇല്ല 10 വയസ്സ് വരെയുള്ള. പക്ഷേ ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഇറ്റ് ഷുഡ് നോട്ട് ബി സ്റ്റോപ്ഡ്. ഇറ്റ് ഷുഡ് ബി സ്റ്റോപ്ഡ്. പാരൻസ് അതിനു വേണ്ടി ശ്രദ്ധിക്കണം, ടീച്ചർ ശ്രദ്ധിക്കണം, കുട്ടി പറയണം. സാർ, ഇപ്പോൾ സാറിൻ്റെ ജീവിതം ഭയങ്കര ഇൻസ്പിറേഷണൽ സ്റ്റോറിയാണ്. ഇപ്പോൾ ക്രിക്കറ്റ് കളി ഒരു കാലഘട്ടത്തിൽ ഭയങ്കര ഭ്രാന്തായിരുന്നു. ആ സമയത്ത് അതിനകത്ത് നിന്ന് മാറി പിന്നീട് സിവിൽ സർവീസിലേക്ക് എഴുതാമെന്നൊക്കെ വിചാരിക്കുമ്പോഴും അന്ന് കോൺഫിഡൻസ് ഒന്നും അത്ര ഉണ്ടായിരുന്നില്ല. എഴുതി നോക്കാം എന്നുള്ള അർത്ഥത്തിൽ എഴുതിയതാണ്, പക്ഷേ അതിനകത്ത് ക്ലിക്കാവുന്നു. ആ സമയത്തും പെർസെൻറ്റേജ് വെച്ച് നോക്കുകയാണെങ്കിൽ 60% ഉള്ളിലായിരുന്നു മാർക്കൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് സത്യത്തിൽ ഈ പഠിപ്പിസ്റ്റുകൾക്ക് ഉണ്ടാവാൻ ഉള്ളൊരു ഗുണമായിട്ട് തോന്നണില്ല. ഇപ്പോൾ ഇൻ്റലിജൻസ് ചിലപ്പോൾ പഠിപ്പിസ്റ്റുകൾക്ക് ഉണ്ടാവണമെന്നുമില്ല, പക്ഷേ ഇൻ്റലിജൻസ് ഇതുമായിട്ട് ആൾക്കാർ വെറുതെ ഇങ്ങനെ കൂട്ടിക്കെട്ടി വെച്ചേക്കുക. അതായത് ഇവരൊക്കെ ഇൻ്റലിജൻ്റ് ആയിരിക്കുമെന്ന് തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ പ്രായോഗികമായ ജീവിതത്തിൽ അങ്ങനെ ആവണമെന്നില്ല. സാറിൻ്റെ അനുഭവത്തിൽ എങ്ങനെയാണ് ഇൻ്റലിജൻസുമായിട്ടുള്ള ഇൻ്റലിജൻസ് ഇപ്പോൾ പറയുന്നത്, പുതിയ തിയറിയിൽ പറയുന്നത് ഇൻ്റലിജൻസും ടാലൻറ്റും എല്ലാം ഓവർ റേറ്റഡ് ആണ്. അത് വലിയ കാര്യമൊന്നുമില്ല. ടാലൻറ്റ് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ എൻ്റെ മോനിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ടാലൻറ്റ് ഉണ്ടെന്ന്. അത് ടാലൻറ്റ് ഉണ്ട്, അത് ശരി. പക്ഷേ ഈ ടാലൻറ്റ് കൊണ്ട് മാത്രം ഒന്നും ചെയ്യാൻ പറ്റണമെന്നൊന്നുമില്ല. അത് ആദ്യത്തെ ഇതുപോലുള്ള എവിടെയോ നമ്മൾ പുറത്ത് പോയി അതിനെ സംബന്ധിച്ചിട്ടുള്ള ഡിപ്ലോമ ചെയ്തു, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തിരിച്ച് വന്ന് ചെറിയ സ്റ്റുഡിയോയിൽ അത് ജോലി ചെയ്യാൻ തുടങ്ങി. എപ്പോഴും അവരുടെ വർക്ക് നന്നാക്കാനുള്ള ശ്രമം, ഇതെല്ലാം നോക്കിയിട്ടാണ് പുള്ളിക്ക് മുന്നോട്ട് പോയാൻ പറ്റിയത്.